അപ്പോൾ ചങ്ങായിമാരെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മളെ റോഡിൻ്റെ അവസ്ഥൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പം അതിൻ്റെ കാര്യത്തിന് രണ്ടാമത് ഇനി നമ്മൾ പഞ്ചായത്തിലേക്ക് ഒന്നുകൂടി പോവാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഞങ്ങൾ നാട്ടുകാരും കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ട് പഞ്ചായത്തിലേക്ക് മെമ്പറേയും കൂട്ടി പഞ്ചായത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിനെന്തെങ്കിലും തീരുമാനം ഉണ്ടാവുമോ ഇല്ല എന്നൊന്നുകൂടി നോക്കുക, ഒന്നുകൂടി പരിശ്രമിക്കുകയാണ് നമ്മളെ കഴിയും പോലെ. അപ്പോൾ പഞ്ചായത്ത് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വേറൊരു വീഡിയോ കൂടി കാണിച്ചു തരാം കേട്ടോ. ഇത് ഇന്നലെ രാത്രിക്കകത്തൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ആ കോണ്ടാക്ട് എടുത്ത KT സലാം എന്ന് പറഞ്ഞ അയാൾ കാട്ടിക്കൂട്ടി പോയതാണിത്. ഒരു രാത്രി ഒരു വൈകുന്നേരം വന്നിട്ട് റോഡിൻ്റെ ഒത്ത നടുക്ക് ഇതുപോലെ നോക്കിയാണെ കൂട്ടിയിട്ട് പോയിക്കുക. എന്തെങ്കിലും ഒരു എമർജൻസി കേസോ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ എന്താ ഈ നാട്ടുകാർ ചെയ്യുക? ഇച്ചേക്ക് റോഡിൻ്റെ നടുക്ക് ഉണ്ടോട്ടി പോയിക്കാണ്, റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് പോയിക്കുക. ഇയാളടുത്തത് നിരത്താനുള്ള JCBയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തിനും ഇതിവിടെ കൊണ്ടുപോയിട്ട് ഇതൊക്കെയാണ് ഇയാളെ പരിപാടി. എന്താണ് ഇയാളെ ഉദ്ദേശം എന്താണെന്ന് ഒരാൾക്കും അറിയില്ല. ഒരു KT സലാം എന്ന് പറഞ്ഞ ഒരു വയസ്സായ ഒരാളാണ്. അപ്പം അയാളെ പരിപാടി അത്. എന്താ ജഡ്ജി അങ്ങനെ കുറച്ച് അവിടെയും പേടിയായിട്ട് വണ്ടി പോകാതെ പറ്റാത്ത കോലത്തിലിട്ട് പോയി. അപ്പോൾ ഏതായാലും നേരം വെളുത്തപ്പോൾ അതാ മൂപ്പര് വന്നു കേട്ടോ, നിരത്താൻ വേണ്ടിയിട്ട് ആൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ മൂപ്പരോടൊന്ന് ചോദിച്ചു നോക്കാം നമുക്ക് എൻ്റെ പരിപാടി എന്തൊക്കെയാണെന്ന്, എന്താ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയണമല്ലോ നമുക്ക്. അതുപോലെ തന്നെ വെള്ളക്കെട്ടുള്ളടത്തെ തീരുമാനം എന്താണെന്ന് മൂപ്പരോടൊന്ന് ചോദിച്ചു നോക്കാം, എന്താ അവിടുത്തെ തീരുമാനം. അല്ല അവിടുത്തെ തീരുമാനത്തെത്താ ഒരു പണി എടുക്കാൻ കഴിയും. അവിടെ ഒരു മനുഷ്യൻ നടക്കാൻ കഴിയാത്ത കുഴപ്പമില്ല. ഒക്കെ ആ മണ്ണോളോടൊക്കെ പറഞ്ഞു പണിയെടുത്ത് തീരുള്ളൂ പറഞ്ഞ് പണിയെടുക്കൽ തുടങ്ങിയതാണ്. മഴ പെയ്യും 1-ാം തീയതി പറഞ്ഞു അന്നൊക്കെ തീർക്കാന്ന് കരുതിയിട്ടാ ഞാനും തുടങ്ങി. തീർക്കണ്ട, ഒരു മനുഷ്യൻ നടക്കാൻ കഴിയുന്ന കുഴപ്പത്തിലെങ്കിൽ ആക്കി നിങ്ങൾ ധാരിങ് ചെയ്യണ്ട. അല്ല ഈ ലെവലാക്കി ഒന്നും ഒരു മനുഷ്യൻ നടക്കാൻ കഴിയണ്ട. അല്ലാണ്ട് പിന്നെയും ഉണ്ടാവും, എന്തുണ്ടാവും? പിന്നെയും ഉണ്ടാവും പറയാം. ഉണ്ടാവുന്നില്ല, മര്യാദക്ക് ഇട്ടാൽ ഉണ്ടാവുന്നില്ല. ലെവലാക്കിട്ട് പോയാൽ അതിന് മാത്രം ഇതിടണോ? അല്ല നിങ്ങളൊരു പാറ്റി ഇങ്ങനെ ഇട്ട് പോയാൽ എങ്ങനെ ലെവൽ ഇതാവും? സന്തോഷമുള്ള കാര്യം സന്തോഷമുള്ള കാര്യം നമുക്ക് പൈസ പൈസ തരുന്നില്ല. അപ്പൊ നല്ല പണിയെടുത്ത് ഈ റോഡിന് നല്ല പണിയെടുത്തേ നിങ്ങൾക്ക് ജോലി കിട്ടൂല. ലൈസൻസ് വരെ കട്ടാക്കാൻ ഇതിനോട് അത് അറിയാമെങ്കിൽ നല്ല സംഭവം. അതിനൊക്കെ നിങ്ങൾ എന്നോ മെനക്കണ്ടാവും. അവിടെ പോയിട്ട് നിങ്ങൾ ചെയ്യാനുള്ള പ്ലാൻ്റെ പോക്ക് എന്താ ചെയ്യണ്ടേ? അതിന്റെ എസ്റ്റിമേറ്റ് ഒക്കെ മാറ്റി വരണം. അല്ല ഇങ്ങോട്ടാണ് 4 ഇഞ്ച് ഇടാനാണല്ലേ, അത് ഞാൻ ഒരിക്കലും കൂടി ഇല്ല. അതിന് ഇന്നോട് പറയണ്ട, നിങ്ങൾ പറഞ്ഞിട്ട് എടുത്ത പണിയാണ് ഞാൻ. അതിനുള്ള കേട് നിങ്ങൾ തീർത്ത് തരണം. ഓഫീസിൽ പോയിട്ട് ഓഫീസിൽ അതിനുള്ള സംവിധാനം എസ്റ്റിമേറ്റ് ആക്കി തരണം. അല്ല എസ്റ്റിമേറ്റ് പ്രകാരം എങ്ങനെ അവിടെ പൊന്തിച്ചിട്ട് ഇങ്ങോട്ട് താത്തി വരണ്ടേ? താത്തി വരണം. പൊന്തിച്ചിട്ടല്ല, 4 ഇഞ്ച് ഇടാനാണുള്ളത്. ആ 4 ഇഞ്ചല്ല അവിടുന്ന് വെള്ളം കെട്ടി അതെ. അത്
ഇവിടെ എത്തിയപ്പോ ഇവിടെ മതാക്കൂല ആരെ മാതാക്കാത്തോടെ ആരെങ്കിലും മാതാക്കാത്തോടെ പൈപ്പ് ഒരാളെങ്കിലും മാതാനേക്കാൻ ഇവിടെ ഈ അടിയിൽ വെള്ളം നിൽക്കുന്നത് അവിടെ ഗ്യാസ് കൊണ്ട് നീന്താനും കൂടി ആക്കാഞ്ഞിട്ടാ ഈ ആ 2 പൈപ്പ് ആരെങ്കിലും ന്യായീകരണം പറഞ്ഞു ചെയ്താൽ മതി നിങ്ങളോട് നമ്മൾ പറഞ്ഞു അവിടെ അങ്ങോട്ട് പൊന്തിച്ചോളാം അപ്പോൾ നിങ്ങൾക്ക് തന്നെ അങ്ങോട്ട് താത്തിക്കോളി പ്രശ്നമല്ല നിങ്ങൾക്ക് വെള്ളം ഒഴിവാക്കി തരാൻ പ്രശ്നം ഉണ്ടായിട്ടില്ല അവിടെ അയാൾക്ക് ഒരുപാട് ആൾക്കാർ അവിടെ നിങ്ങൾ വെള്ളം ഒഴിവാക്കി തരാന്ന് മാത്രമല്ല പ്രശ്നം ഇവിടെ ഒരുപാട് ആൾക്കാർ വെള്ളം ഒഴിവാക്കി തരാന്ന് പറഞ്ഞു ഞാൻ ഇപ്പോഴും ഒഴിവാക്കാം നിങ്ങൾ ഇന്നെ പൈപ്പ് ആയിട്ടുള്ള പൈപ്പ് പൊട്ടുന്ന മുഴുവങ്ങളും ഞങ്ങളെങ്ങനെ ഞങ്ങളെങ്ങനെ മുഴുവങ്ങൾ ഏൽക്കോ അല്ലെങ്കിൽ എനിക്കത് എഴുതി കൊടുത്താൽ എന്നാ പണി കഴിഞ്ഞില്ലല്ലോ ഇനി പിന്നെ ശരിയാക്കി തരണ്ട അതിനുള്ള സംവിധാനം എന്നൊക്കെ ശരിയാക്കും അതിലെ മണ്ണോട് അവനൊക്കെ പൂച്ച എന്ത് പറഞ്ഞത് അതിനൊരു ന്യായീകരണമായിട്ട് വരും ഇപ്പൊ ഈ മണ്ണ് ഇന്നലെ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഒരു ലോഡ് കിട്ടിയാൽ ചെയ്യാൻ കഴിയില്ല 2-3 ലോഡ് കിട്ടുമ്പോൾ എ സി കുടിച്ചാൽ പറ്റില്ല എത്ര ദിവസം പണിക്കാരെ കൊണ്ടുവന്ന റോഡ് ഇങ്ങനെ ബ്ലോക്കാക്കിട്ടാണ് പോകാൻ അങ്ങോട്ട് അതിന്റെ സൗകര്യത്തിന് വരിക ഇങ്ങോട്ട് ന്യായീകരണം പറയാൻ എനിക്ക് പൈസ ഇട്ടില്ല പഞ്ചായത്തിന് എനിക്ക് പഞ്ചായത്ത് പൈസ അങ്ങനെ ചോറ എത്ര വിളിച്ച് പറഞ്ഞു അനക്ക് കരാർ തന്നോട് പറയുന്നോര് അനക്ക് കരാർ തന്നോട് പറയുന്നേ പിന്നാരാ ഞങ്ങളത് അനുഭവിക്കണം കരാർ ജലം ഞങ്ങൾ ഓഫീസിൽ വന്നിട്ട് അവിടെ നിങ്ങളെ വന്നില്ല എത്ര ആള് വന്നിട്ട് അവിടെ അറിയുന്നു ഞങ്ങളോട് പറഞ്ഞത് പറഞ്ഞേ പഞ്ചായത്തിൽ നിന്ന് പിന്നെ നിങ്ങൾക്ക് ഒരു നാൾക്ക് എന്നോട് പറയാനുള്ള അവകാശമല്ല ഒക്കെ അവിടെ ടെൻഡർ ഇട്ടോലോടും നിങ്ങളോടും ഒക്കെ ഓല പറയേണ്ടി ഞാനല്ല മറുപടി പറയും എനിക്ക് എന്നോട് പറയേണ്ടത് ഓല് പറയും അതിനനുസരിച്ച് അതിന് എനിക്ക് മറുപടി ഇതുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും പറയും നിങ്ങൾക്കിപ്പോ ഇതിനെന്താ മറുപടി ഇങ്ങനെ ആക്കി പോയതിന് നിങ്ങൾ ഓല് പറഞ്ഞിട്ടാണല്ലോ എടുത്തത് അപ്പോൾ ഓല് പറയട്ടെ ഇപ്പൊ എന്നോട് ഇങ്ങനെയാണോ പറഞ്ഞത് പറയണ്ടേ നിങ്ങൾക്ക് ഈ ഫണ്ട് പാസ്സായാലും നിങ്ങൾ പണിയെടുക്കുള്ളൂ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഫണ്ട് പാസ്സായാലും ഫണ്ട് പാസ്സായാലും പൈസ നിങ്ങളത് മാത്രമല്ല ഫണ്ട് പാസ്സായി കൈ കിട്ടിയോ കൈ കിട്ടണ വർക്ക് കിട്ടണ്ടേ അന്ന് പറഞ്ഞ് അങ്ങോട്ട് മറിച്ച് പറഞ്ഞു അപ്പൊ പറഞ്ഞു അങ്ങോട്ട് മറിക്കാൻ എനിക്ക് അഗ്രിമെന്റ് ഇല്ല ആ അഗ്രിമെന്റ് പ്രകാരം ചെയ്യുന്ന പറഞ്ഞു ഇങ്ങോട്ട് ഇപ്പൊ അവിടെ അടിച്ചുകൊണ്ടാണ് പോയക്കാം ഇവിടെ വെള്ളം നടു നിർത്തി പോയക്കാം ഇപ്പൊ ചിലക്കാത്ത ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പറയുന്നത് നിങ്ങൾക്ക് അതിനൊരു കോമൺ സെൻസ് എടുത്ത് മനസ്സിലാക്കി അപ്പോൾ ഈ പറഞ്ഞ കേട്ട് നിങ്ങൾ എന്താ വെച്ചാൽ നാട്ടുകാരൊരു പ്രതികരണം കേട്ടോ. എന്താ വെച്ചാൽ ഇയാൾ രാത്രി വന്നിട്ട് രാത്രി അവിടെ കോറി വേസ്റ്റ് ഇട്ട് പോയി. രാത്രിയല്ല, ഒരു വൈകുന്നേരം ഇട്ട് പോയിട്ടുണ്ട്. അത് രാത്രിയായിട്ടും അത് അവിടുന്ന് മാറ്റാനോ അല്ലെങ്കിൽ വണ്ടി പോകാൻ കഴിയാത്ത രീതിയിൽ ബ്ലോക്ക് ആക്കിയിട്ട് പോയിക്കാണ്. മറ്റേ ഭാഗത്ത് ചളി അതുകൊണ്ട് അല്ലാണ്ട് വണ്ടി പോകാൻ പറ്റില്ല. ഈ ഭാഗത്ത് ഇയാൾ ഇതുപോലെ കോറി വേസ്റ്റ് ഇട്ട് പോയി. അപ്പോൾ അതിൻ്റെ ദേഷ്യവും കാര്യങ്ങളും മൂപ്പരോട് പറഞ്ഞതാണ് ഈ കേൾക്കുന്നത്. അതുപോലെ തന്നെ ഈ ചളിയുള്ള ഭാഗത്ത് മൂപ്പരിപ്പം പണിയെടുക്കില്ല എന്നും പറഞ്ഞു. അപ്പം അത് നിങ്ങൾ അവിടെ പോയി പറഞ്ഞോളി എന്നൊക്കെ മൂപ്പര് പറയണേ. നിങ്ങൾ എന്നോട് വരണ്ട എന്നുള്ള കോലത്തിലാണ് മൂപ്പരാണ് കോൺടാക്റ്റ് എടുത്തത്. പഞ്ചായത്ത് പോയി ഞങ്ങൾ ടെൻഡർ കൊടുത്തിന്, കോൺടാക്റ്റ് എടുത്തിന്. മൂപ്പര് വന്ന് പണിയെടുക്കും, നാളെ എടുക്കും മറ്റന്നാൾ എടുക്കും എന്ന് പറഞ്ഞാണ്ട് പഞ്ചായത്ത് എന്ന് പറയണേ. ഏതായാലും ഒന്നും കൂടി പഞ്ചായത്തിന് ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് നാട്ടിൽ നടന്നൊരു സംഭവമാട്ടത്. അപ്പോൾ ഞാനത് ഇതിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ.